ഇന്ത്യൻ കാർ അഥവാ ഇൻഡിക്ക രത്തൻ ടാറ്റ കണ്ട സ്വപ്നം. പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിതമായ ഒരു കാർ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് രത്തൻ ടാറ്റയായിരുന്നു. എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ചെറുതല്ലാത്ത പരിശ്രമമാണ് രത്തൻ ടാറ്റ എടുത്തത്. ഏറെ കൗതുകമുണർത്തുന്ന ആ കഥ ഇങ്ങനെയാണ്. 90കളിൽ മാരുതി 800ഉം അംബാസഡറും ഒക്കെ തിളങ്ങി നിൽക്കുന്ന സമയം. പക്ഷേ അതൊന്നും പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിത കാറുകൾ ആയിരുന്നില്ല. അപ്പോഴാണ് രത്തൻ ടാറ്റ ആലോചിക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായി പൂർണ്ണമായും ഒരു ഇന്ത്യൻ നിർമ്മിത കാർ നിർമ്മിച്ചുകൂടാ എന്ന്. ആ ചിന്ത പ്രാവർത്തികമാക്കാൻ അദ്ദേഹം നേരിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. കാർ നിർമ്മിക്കാനുള്ള പ്ലാന്റിന്റെ ചെലവ് അന്വേഷിച്ചപ്പോഴാണ് ആദ്യത്തെ പ്രതിസന്ധി ഉടലെടുത്തത്. ഒരു കൊമേഴ്ഷ്യൽ കാർ നിർമ്മാണ പ്ലാന്റ് തുടങ്ങാൻ അന്ന് ഏകദേശം 6000 കോടി രൂപ വേണം. അത്രയും തുക സംഘടിപ്പിക്കുക എന്നത് അന്നത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ രത്തൻ ടാറ്റ അതിനൊരു പോംവഴി കണ്ടെത്തി. ഓസ്ട്രേലിയയിൽ പൂട്ടിക്കിടന്ന നിസാന്റെ ഒരു കാർ ഫാക്ടറി വെറും 100 കോടിക്ക് ടാറ്റ വാങ്ങിയെടുത്തു. അവിടെ നിന്നുമാണ് പുതിയ ചരിത്രത്തിനുള്ള വക ജനിക്കുന്നത്. 10,000 ടണ്ണിലധികം ഭാരമുള്ള മെഷീനുകളടക്കം ആ ഫാക്ടറി മുഴുവനായി പൊളിച്ചടക്കി കപ്പൽ വഴി ഇന്ത്യയിൽ എത്തിക്കുക എന്നതാണ് ടാറ്റ ചെയ്തത്. എന്നിട്ട് ടാറ്റയുടെ കാർ പ്ലാന്റിനായി സ്ഥലം കണ്ടെത്തിയ പൂനെയിൽ അതേപടി അത് നിർമ്മിച്ചെടുത്തു. അവിടെ നിന്നാണ് ഇന്ത്യയുടെ സ്വന്തം കാർ അഥവാ ഇന്ത്യൻ കാർ എന്നർത്ഥത്തിൽ ടാറ്റ ഇൻഡിക്ക പിറക്കുന്നത്. രത്തൻ ടാറ്റ എന്ന ദീർഘദർശിയായ മനുഷ്യന്റെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവും ഒന്നുകൊണ്ട് മാത്രമാണ് ടാറ്റ മോട്ടോഴ്സിനെ ഇന്ന് കാണുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ബ്രാൻഡാക്കി വളർത്താൻ കഴിഞ്ഞത്.